ദയവ് ചെയ്ത് എനിക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ആകെ 7 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ഇടയ്ക്ക് ഇടപെട്ട് എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞാൻ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറയത്തുള്ളൂ. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് ചീഫ് മിനിസ്റ്റർ എന്തുകൊണ്ടാണ് ഈ ക്ലൗഡിലായി നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലളിതമായിട്ട് കേരളം അറിയാൻ ആഗ്രഹിക്കുന്ന 3-4 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. ഈ സ്വപ്ന സുരേഷ് എന്ന അവതാരം എങ്ങനെയാണ് സാർ ഈ സെക്രട്ടേറിയറ്റിൽ എത്തിയത്? എങ്ങനെയാണ് സാർ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്? സ്വപ്ന സുരേഷിന്റെ എൻട്രി ഏത് വഴിയായിരുന്നറിയോ? സ്വപ്ന സുരേഷിന്റെ എൻട്രി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന കൺസൾട്ടൻസി കമ്പനി വഴിയായിരുന്നു. ആ കമ്പനിയാണ് അവരെ ഈ സംസ്ഥാനത്ത് PSC ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി മുട്ടിലെഴയുന്ന സമയത്ത് 1.5 ലക്ഷം രൂപ ശമ്പളം നൽകി അവരെ സെക്രട്ടേറിയറ്റിൽ പ്രതിഷ്ഠിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കമ്പനിയാണ് അവരെ വെച്ചത്. ഒന്ന് പറയട്ടെ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്തുകൊണ്ടാണ് ഒരു ക്ലൗഡിലാകുന്നത്? ഞാൻ ഇനി ഒരു കാര്യം പറയാം. അങ്ങയുടെ മകൾ വീണ വിജയൻ, അവരെ കുറിച്ച് എനിക്ക് ബഹുമാനമാണ്. അവർ വലിയൊരു കമ്പനി നടത്തി നല്ല നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ഇതാണ്. അവരുടെ കമ്പനിയുടെ പേരാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഒരു സമയത്ത് ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് പറഞ്ഞിരുന്നത്, എനിക്ക് എൻ്റെ മെന്ററെ പോലെ ഞാൻ കാണുന്നയാളാണ് ജയ്ക് ബാലകുമാർ എന്ന് പറയുന്നത്. ജയ്ക് ബാലകുമാർ ആരാണ്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടറായിരുന്നു. അതിനുശേഷം ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ ആ വെബ്സൈറ്റ് ഡൗണായി. ആ വെബ്സൈറ്റ് ഡൗണായെന്ന് മാത്രമല്ല, പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ആ വെബ്സൈറ്റ് വീണ്ടും അപ്പായപ്പോ ഈ ജയ്ക് ബാലകുമാർ മെന്ററായിരുന്നു എന്ന പരാമർശം അതിൽ നിന്നും മാറ്റപ്പെട്ടു. വൈ എന്താണ് മറക്കാനുണ്ട്? എന്തുകൊണ്ട് മാറ്റപ്പെട്ടു? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് വഴിയാണ് സ്വപ്ന സുരേഷ് സെക്രട്ടേറിയറ്റിൽ എത്തിയത്. അത് നിഷേധിക്കാൻ കഴിയോ? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ആണ് അവർ അപ്പോയിന്റ്മെന്റ് നടത്തിയത്, ഇല്ലെന്ന് പറയാൻ കഴിയോ? ജയ്ക് ബാലകുമാർ എന്ന് പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടർ എനിക്ക് എന്റെ മെന്ററെ പോലെ ആയിരുന്നു എന്ന് അങ്ങയുടെ മകൾ പറഞ്ഞില്ല എന്ന് പറയാൻ കഴിയോ? ഇറ്റ് വാസ് ഓൺ റെക്കോർഡ്. ഇങ്ങനെ വരുന്നു. പിന്നീട് സ്വപ്ന സുരേഷ് പിന്നീട് എന്താണ് സംഭവം? ജൂൺ 30, 2020 തിരുവനന്തപുരത്തെ വിമാനത്താവളത്തില് സ്വർണം പിടിക്കുകയാണ്. ഒരു ബാഗേജില് 30 കിലോ സ്വർണം. ഇതിനു മുമ്പ് അതുപോലെ 20 ബാഗേജുകൾ വന്നെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് 20 ബാഗേജുകൾ. അപ്പൊ എന്തോ ഒരു സ്വർണം വന്നെന്ന് നിങ്ങൾ കണക്ക് കൂട്ടണം. 20 ബാഗേജുകൾ വന്നതിന് പിന്നാലെ ഇത് പിടിച്ചപ്പോ എന്താണ് ആദ്യത്തെ അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ്? എന്താണ്? ഇതുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ബന്ധവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും ബന്ധപ്പെട്ടിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെ കൂടുതൽ വാർത്തകളും എവിഡൻസും പുറത്തു വന്നു. എന്താണ്? സ്വപ്ന സുരേഷ് ബന്ധപ്പെട്ടു. അത് നിഷേധിക്കില്ലോ ആരും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് ബന്ധമുണ്ടെന്നുള്ള ആരും നിഷേധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങയുടെ പ്രസ്താവന വരികയാണ്. അന്ന് അങ്ങ് ജനങ്ങളോട് പറഞ്ഞ എന്താണ്? വിവാദ നായികയെ എനിക്കറിയില്ല. അങ്ങ് പറഞ്ഞില്ല എന്ന് പറയാൻ കഴിയോ? വിവാദ നായികയെ എനിക്കറിയില്ല എന്നത് അങ്ങയുടെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ആണ്. മുഴുവൻ ആളുകളും ഏറ്റെടുത്തതാണ്. സ്വപ്ന സുരേഷുമായി ഒരു ബന്ധമില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങി സാർ. ഇപ്പോൾ ജോലി കാണും. ഞാൻ വേറെ ആക്ഷേപങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് പറഞ്ഞ വാചകം സത്യമായിരുന്നുവെങ്കിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അസത്യമായിരുന്നു. അങ്ങ് ആദ്യം നിഷേധിക്കാൻ നോക്കി. അതിന് പിന്നാലെ എന്തു പറഞ്ഞു? സ്വപ്ന സുരേഷിന്റെ നിയമനം നടത്തിയത് ശിവശങ്കറാണെന്ന് പറഞ്ഞില്ലേ? ശിവശങ്കർ പ്രൊട്ടക്ട് ചെയ്യാൻ അങ്ങ് ശ്രമിച്ചു. എന്തു പറഞ്ഞു? ശിവശങ്കറെ കുറിച്ച് അങ്ങ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്ന് ഓർമ്മപ്പെട്ട അങ്ങ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഒരു മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പത്രക്കാർ ചോദിച്ചപ്പോൾ പറയാണ്, ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാൻ എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തതെന്ന് അങ്ങ് കേരളത്തോട് ചോദിച്ചു. പിന്നീട് കൂടുതൽ എവിഡൻസ് വന്നപ്പോ അങ്ങേക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ലേ? അത് മാത്രമാണോ? അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം 100 ദിവസം ജയിലിൽ കിടന്നില്ലേ? അങ്ങേക്ക് ഉത്തരവാദിത്വം എന്ന് പറയാൻ കഴിയോ? വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പൽ ഉണ്ട്. ഇനി അതെല്ലാം മാറ്റി നിർത്താം. ഏറ്റവും ഒടുവിലായി അങ്ങ് നടത്തിയ പരാമർശം, അതായത് അങ്ങ് UAE-യിലായിരുന്നപ്പോൾ ബാഗ് മറന്നു വെച്ചില്ലെന്നും ഒരു ബാഗ് ഇവിടെ നിന്ന് വന്നിട്ടില്ലെന്നും പറഞ്ഞു. ഒരേ ഒരു കാര്യം, കേരളത്തിന്റെ ജനങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങേക്ക് ബാഗ് കൊണ്ടുപോകാം, ബാഗ് മറന്നു വെക്കാം, ബാഗ് കൊണ്ടുവരാം. എന്റെ ഒരൊറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയുമെന്നുണ്ടെങ്കിൽ ഞാൻ തൃപ്തനാണ്. അതായത് ബാഗ് ഇവിടുന്ന് കൊടുത്തുവിട്ടു എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അത് അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്, ആരും നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി UAE-യിലായിരിക്കുമ്പോൾ കേരളത്തിൽ നിന്നൊരു ബാഗേജ് കൊടുത്തുവിടാൻ ഉള്ള സംവിധാനം കേരള സർക്കാരിനില്ലേ? അതിനുള്ള പ്രാണിയും അതിനുള്ള കേപ്പബിലിറ്റിയും കേരള സർക്കാരിനില്ലേ? ഒറ്റ ചോദ്യമുള്ളൂ.
why you preferred the diplomatic channel? എന്തിനു വേണ്ടിയാണ്? അതാണ് ചോദ്യം സാർ. അതിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം ഞാൻ വായിക്കാം. അതായത് കസ്റ്റംസ് ഓഫീസർ ശിവശങ്കറിനോട് ചോദിക്കുകയാണ്, ഇൻവെസ്റ്റിഗേഷൻ റിവീൽസ് ദാറ്റ് end of 2016 or in the beginning of 2017, you have requested the Consul General through Swapna to send a package to the Chief Minister of Kerala, who was at UAE at that time, urgently and make available the same to him. Next day, is it true? He said, yes. ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം ആ കസ്റ്റംസ് ഓഫീസർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ ചോദ്യം കൂടി ഞാൻ വായിക്കാം. Why did you request the service of a Consul General of another nation to carry the package abroad? Are you that close to him? എന്തിനാണ് മറ്റൊരു രാജ്യത്തിന്റെ ഔദാര്യം ഈ കേരളത്തിന് വേണ്ടി അങ്ങ് വിനിയോഗിച്ചത്? അങ്ങേക്കൊരു ബാഗ് എത്തിക്കാനുള്ള ശേഷി കേരള സർക്കാരിനില്ലേ? മണിക്കൂറുകൾക്കാവും. ഗൾഫിലൊക്കെ നമ്മളൊക്കെ പോകുന്നതല്ലേ? ഗൾഫ് എന്ന് പറയുന്നത് എത്താൻ കഴിയാത്താണോ? 1, 1.5, 2 മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു ബാഗേജിന് നിങ്ങൾ എന്തിന് കോൺസൽ ജനറലിലേക്ക് പോയി? അവിടെയാണ് സാർ, യു വാണ്ടഡ് ടു യൂസ് ദ ഡിപ്ലോമാറ്റിക് ചാനൽ. വൈ? കേരള ചീഫ് മിനിസ്റ്റർക്ക് അയക്കുന്ന ഒരു പാക്കേജിന് എന്തിനാണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി? എന്തിനാണ് സ്വപ്ന സുരേഷിനെ കോൺസൽ ജനറൽ ഉപയോഗിച്ചത്? ഇതുപോലുള്ള ചോദ്യങ്ങൾക്കാണ് സാർ കേരളം മറുപടി ആഗ്രഹിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ കഴിയണം. അല്ലാതെ നായിക്ക് 40 വട്ടം മടിയിൽ കനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. അങ്ങേക്ക് പറയാൻ കഴിയോ ക്ലിഫ് ഹൗസില് സ്വപ്ന സുരേഷ് നിത്യ സന്ദർശകല്ലായിരുന്നു എന്ന്? ഈ രാജ്യത്ത് ഒരു CPM-ന്റെ നേതാവിന്, ഞാൻ കേട്ടിട്ടുള്ള ശരിയാണെങ്കിൽ, ഒരു CPM MLA അങ്ങയുടെ ഓഫീസിൽ വന്നപ്പോ അങ്ങ് ചോദിക്കാതെ വന്നതിന് ഇറക്കി വിട്ടാണ്. ഇവിടെ ഏതെങ്കിലും ഒരു CPM നേതാവിന്, ഏതെങ്കിലും ഒരു DYFI-കാരന്, ഏതെങ്കിലും ഒരു SFI-കാരന് ഇതുപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി അങ്ങയുടെ അടുത്ത് വരാൻ കഴിയോ? അങ്ങനെ സ്വപ്ന സുരേഷ് അനുഭവിച്ച പ്രിവിലേജ് എത്ര വലുതായിരുന്നു? ഒരു സമയത്ത് നിങ്ങൾ സ്വപ്നയ്ക്ക് എല്ലാ പ്രിവിലേജും നൽകിയില്ലേ? അവർക്ക് സർക്കാരിന്റെ എല്ലാ സൗകര്യങ്ങളും